ഡോക്ടർ നന്ദകുമാർ. സർക്കാർ ആദ്യം ഇത് വളരെ ശക്തിയുക്തം മുന്നോട്ട് പോയതാണ്. നമുക്കറിയാം കർണാടകയും മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളവും ആ പട്ടികയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടാണ്. പക്ഷേ അവിടെ വെച്ചാണ് ഒരു സ്റ്റെപ്പ് ബാക്ക് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് പറയുന്ന കാര്യം നയപരമായ ഒരു തീരുമാനമെടുക്കുന്ന വിഷയമാണ് എന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം സർക്കാരിൻ്റെ ഈ പിന്മാറ്റം? ഇത്രയേറെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ പുരോഗമനപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തോ സർക്കാരിനോ എന്തുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു നിയമം സാധ്യമാകാതെ വരുന്നു? ഇത് ശരിക്കും പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഒരു പബ്ലിക് ഡിബേറ്റ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അന്ധവിശ്വാസത്തിനെതിരായിട്ട് നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാ അന്ധവിശ്വാസത്തിനും എതിരായിട്ട് ഒറ്റയടിക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള സാധ്യത ഇപ്പോൾ തന്നെയുണ്ട്. നമ്മുടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, 100 കൊല്ലമെങ്കിലും ആയി തുടങ്ങിയിട്ട്. 1920 സേതുലക്ഷ്മി ഭായി ആണ് ആദ്യത്തെ അന്ധവിശ്വാസത്തിന് തടയാനുള്ള നിയമം കൊണ്ടുവന്നത്. അന്ന് അനിമൽ സാക്രിഫൈസ്, മൃഗബലി പൂർണ്ണമായിട്ട് തടഞ്ഞത് ആ സമയത്താണ്. അതിനുശേഷം 1927 ചില രാജകുടുംബാംഗങ്ങൾ ചില ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ഐവറി ത്രോണിന്റെ മനുപിള്ള വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആ സമയത്തൊക്കെ ആളുകളുടെ ഇടപെടൽ കൊണ്ടാണ് അത് നടന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അത് നമുക്ക് 1950 NV കൃഷ്ണവാര്യരുടെ കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അന്ധവിശ്വാസത്തിനെ എതിർക്കാനായിട്ടുള്ള പബ്ലിക് മൂവ്മെന്റ് വരണം എന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പൊ കാണുന്നത് ഒരു നയപരമായിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്നുള്ളതിന് പകരം പബ്ലിക് കൺസെന്റ് എന്നുള്ള രീതിയിൽ ഇത് കാണുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നിച്ചു ചേരാം. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത് ഇടപെടാൻ കുറച്ച് പ്രയാസം ഉണ്ടാകാം. ഉദാഹരണത്തിന് ഈ നമ്മുടെ ശബരിമല പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പം അന്ധവിശ്വാസം എന്തുമാത്രം ജനങ്ങളെ എതിർക്കും അല്ലെങ്കിൽ അനുകൂലിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ഡിബേറ്റ് ഉണ്ടാവാം. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെങ്കിലും നമുക്ക് തടയാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു മതവും മനുഷ്യന് ഹാം ചെയ്യുന്ന, മനുഷ്യനെ ഉപദ്രവിക്കുന്ന, മനുഷ്യർക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്ന അന്ധവിശ്വാസം ചെയ്യാനായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡോക്ടർ നന്ദകുമാർ, അങ്ങനെ ഒരു സാഹചര്യം നിയമസഭയിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ PT തോമസും KD പ്രസന്റും ഒക്കെ ഈ കാര്യത്തിൽ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ ശ്രീ K രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു നിയമനിർമ്മാണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്, അപ്പോൾ അതൊരു ഒഫീഷ്യൽ ബില്ലായി വരും, അതുകൊണ്ട് തന്നെ സ്വകാര്യ ബില്ല് പരിഗണിക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച, അന്ന് ആ ബില്ലിന്മേലുള്ള ചർച്ച തന്നെ റദ്ദാക്കുന്നത്. അപ്പോൾ നിയമസഭ ചർച്ച ചെയ്ത് ഒരു സ്വകാര്യ ബില്ലിന്മേലാണ് നിയമസഭ ചർച്ച ചെയ്തത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നില്ല. അന്ന് പക്ഷെ സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത് ചെയ്യും എന്നാണ്. രണ്ടും ഉണ്ടായില്ല. അതെ, അതാണ് നമുക്ക് ഇതൊക്കെ ഇമാതിരിയുള്ള എല്ലാ നയപരമായിട്ടും അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ സോഷ്യൽ കൺസെന്റ് ഉണ്ടാക്കിയെടുക്കണം. സാമൂഹികമായിട്ടുള്ള ഒരു അംഗീകാരം അത് ഉണ്ടാകുമ്പോഴേ ഇത് വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് വിജയിപ്പിക്കാൻ പ്രയാസമാണ്. കാര്യം സർക്കാരിന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അന്ധവിശ്വാസികളാണ്. പല ഉദ്യോഗസ്ഥന്മാരും അമ്പലത്തിൽ പോയി ശയന പ്രദക്ഷിണം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത് ഉണ്ടല്ലോ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ചില കാര്യങ്ങളെ തടയാൻ സാധിക്കും. ഉദാഹരണത്തിന് കുട്ടികളെ ശൂലം കുത്തുന്നത് വലിയവർ ചെയ്തോട്ടെ, കുട്ടികളെ ശൂലം കുത്തുന്നത് തെറ്റാണ്, അത് തടയണം എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇപ്പോൾ തന്നെ അതിന് അഭിപ്രായ ഐക്യം സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം പല വിഷയങ്ങളുണ്ട്. അത് എടുത്തു ചാടി സർക്കാർ ഇപ്പോൾ നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പോലും കേരളത്തിലെ പരിസ്ഥിതിയിൽ ഏതാണ് അന്ധവിശ്വാസം എന്നത് പോലും വലിയ ചർച്ചയാകും. എന്റെ വിശ്വാസം മറ്റൊരാളുടെ അന്ധവിശ്വാസമാകാം. അങ്ങനെ വലിയ ചർച്ചകൾ അതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു, അതായത് ഈ രണ്ട് കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഈ നയപരമായ തീരുമാനം. ഒന്ന്, അനാചാരത്തെ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളത്. കാരണം പലതരം ആചാരങ്ങൾ ഉള്ള ഒരു വ്യവസ്ഥയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം സർക്കാർ ഇതിൽ സാങ്കേതികമായി അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന് ഹാംഫുൾ ആയ കാര്യങ്ങൾ എന്ന് ഡോക്ടർ നന്ദകുമാർ എടുത്തു പറയുന്നുണ്ട്. ഈ ബില്ലിൽ തന്നെ ഏതാണ്ട് 19 കാര്യങ്ങൾ കുറ്റകരമാവുന്നവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ പ്രേതബാധ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മർദ്ദനം അതിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഈ ശൂലം കുത്തൽ, അതുപോലെ കയറോ കമ്പിയോ ഉപയോഗിച്ചുള്ള മർദ്ദനം, തലമുടി പിഴുതെടുക്കൽ, ഇങ്ങനെ പല കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈ ബില്ല് നടപ്പിലാക്കാമല്ലോ. ആചാരം ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ശയന പ്രദക്ഷിണം മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ പെടുന്നതാണ്, മറ്റൊരാളെ ഹാം ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെ അനാചാരം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ എന്ന കാര്യം ഡിബേറ്റബിൾ ആണ്. അതിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ പരിഗണിക്കാമല്ലോ ഡോക്ടർ നന്ദകുമാർ? അതെ, അങ്ങനെ ചെയ്യണം. ഘട്ടം ഘട്ടമായിട്ട് പോകണം. ഇപ്പൊ സേതുലക്ഷ്മി ബായിക്ക് മൃഗബലി അന്നത്തെ കാലത്ത് സമൂഹം വളരെ കൺസർവേറ്റീവ് ആയിരുന്നു.
ആ സമയത്ത് അവർക്ക് ചെയ്യാമെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. ഒരു നിയമം ഇല്ലാത്തത് കഷ്ടമാണ്. പക്ഷെ നിയമം പരിമിതമായിട്ടെങ്കിലും നിയമം ഉണ്ടെങ്കിൽ ആ നിയമം നമുക്ക് പതുക്കെ പതുക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും. നിയമം ഇല്ലായ്മ നന്നാക്കാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. നിയമം ഇല്ലാത്ത ഒരു ബ്ലാങ്ക് സ്പേസ് എന്ന് പറയുന്നത് പലർക്കും കയറി വരാനും ഓരോരുത്തർക്കും തന്നെ ഇഷ്ടം അനുസരിച്ച് അത് വ്യവസ്ഥിതിയെ പറയാനും പറ്റും. ഒരു റിലീജിയസ് ഇതിൻ്റെ അകത്ത് ഇപ്പം വേറൊരാളിനെ ഉപദ്രവിക്കണം എന്നൊരു തരത്തിലുള്ള മതമില്ല. വേറെ ഒന്നുള്ളത് പലപ്പോഴും മതാചാരമല്ല ഇത് പറയുന്നത്. ഇതൊക്കെ പബ്ലിക് പൊതുജനങ്ങൾ പിന്തുടരുന്ന ചില ആചാരങ്ങൾ മാത്രമാണ്. മതമായിട്ട് ഇതിന് പലപ്പോഴും ബന്ധമില്ല. മതം മാത്രമല്ല, മതാചാരം ഉണ്ടെങ്കിൽ അനുഷ്ഠാനങ്ങൾ അങ്ങനെ രൂപപ്പെട്ടു വരുന്നതുമാണ്. ചിലപ്പം അതുമായിട്ട് അതിന് ബന്ധമുണ്ടാകണമെന്നില്ല. ശരിയാണ്.